പാലക്കാട് അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിനെ ഇളക്കിമറിച്ച് ബി.ജെ.പിയുടെ ആഹ്ലാദ പ്രകടനം. 38 വർഷം CPM ഭരിച്ച പഞ്ചായത്താണ് ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി പിടിച്ചെടുത്തത്. മാറാത്തത് മാറിയെന്നും എന്താണ് വികസനമെന്ന് അകത്തേത്തറയിലെ ജനങ്ങൾക്ക് തങ്ങൾ കാണിച്ചു കൊടുക്കുമെന്നും വിജയിച്ച ബി.ജെ.പി സ്ഥാനാർത്ഥികൾ പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ ബി.ജെ.പിയുടെ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 38 വർഷം CPM ഭരിച്ചിട്ടുള്ള പഞ്ചായത്താണ് ബി.ജെ.പി പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാലങ്ങളായി CPM ഭരിക്കുകയായിരുന്നു. ആ ഭരണം വലിയ ദുർഭരണമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ഭരണം പിടിച്ച് ഇവിടെ വലിയ വിജയം നേടിയിരിക്കുന്നത്. ഏതായാലും അവരുടെ ആഹ്ലാദ പ്രകടനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആഹ്ലാദത്തിലാണ് ഇവിടെയുള്ള ബി.ജെ.പി പ്രവർത്തകർ എല്ലാവരും ഉള്ളത്. സ്ഥാനാർത്ഥികളും മറ്റുമൊക്കെ വലിയ ആഹ്ലാദത്തോടെ ആവേശത്തോടെ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നു. വലിയ ആവേശമാണ് അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ വിശ്വസിച്ച് അകത്തേത്തറ പഞ്ചായത്തിലെ നിരവധി പദ്ധതികൾ കൊണ്ടുവരണം. വികസന മുരടിപ്പായിരുന്ന അകത്തേത്തറ മാറി വലിയൊരു വികസന മാസ്റ്റർ പ്ലാൻ തന്നെ അകത്തേത്തറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റം കൊണ്ടുവരുന്നുള്ള തന്നെയാണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വാഗ്ദാനം. തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിന്റെ മുഴുവൻ വികസനവും എന്തൊക്കെയുണ്ടോ അർഹതപ്പെട്ടത് ഇവിടെ എത്തിക്കും. അകത്തേത്തറ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനം എത്തുന്നതായിരിക്കും. ഹാർഡ് വർക്ക് കൊണ്ടാണോ സൗണ്ട് ഒക്കെ എല്ലാവരും? തീർച്ചയായിട്ടും എന്താണ് ഈ മാറാത്തതൊക്കെ മാറും എന്നുള്ളത് തന്നെയാണ് ഇനി ഈ നഗരസഭയിൽ ഈ ഒരു പഞ്ചായത്തിൽ ഉറപ്പായിട്ടും 5, 7 7, 10 10, 19 ആക്കുന്നത് വരെ അകത്തേത്തറ പഞ്ചായത്ത് ബി.ജെ.പി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരുടെ എല്ലാ ക്ഷേമം അവസാനിപ്പിച്ച് മാത്രമേ ബി.ജെ.പി ഇതിൽ നിന്ന് പിന്മാറുള്ളൂ. ഏതായാലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും വലിയ ആഹ്ലാദത്തോടു കൂടി ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവരൊക്കെ വലിയ സന്തോഷമാണ് ഓരോ ആളുകളും പ്രകടിപ്പിക്കുന്നത്. കാരണം അത്രത്തോളം CPMന്റെ ഒരു വലിയ കോട്ടയായിരുന്നു ഇത്. ആ കോട്ടയാണ് ഇപ്പോൾ ബി.ജെ.പി അവരുടെ പ്രവർത്തനത്തിലൂടെ പൊളിച്ചടുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് വാദ്യമേളങ്ങളുടെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടെയാണ് ഈ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുകൂടെ എല്ലാവരും ആ ആവേശത്തിനൊപ്പം സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒന്നടങ്കം അതിൻ്റെ ഭാഗമാവുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എത്രത്തോളം ആവേശം ഉണ്ട്. ചേട്ടാ എത്രത്തോളം ആവേശത്തിലാണ്? ഫുൾ ആവേശമാണ്. അങ്ങനെ ഭരണം പിടിച്ചിരിക്കുന്നു. എത്രത്തോളം വലിയ സന്തോഷത്തിലാണ്? വലിയ സന്തോഷത്തിലാണ്. വലിയ സന്തോഷം. കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ താമരം വിരിഞ്ഞു അകത്തേത്തറ പഞ്ചായത്തില്. വലിയ മാറ്റം കൊണ്ടുവരും. വികസിത രാജ്യമാവും ഞങ്ങളത്. നൃത്തം ചെയ്തുകൊണ്ടൊക്കെയാണ് ഒരുപാട് പേര് സംസാരിക്കുന്നത്. ചേച്ചി, എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ നിമിഷത്തിൽ ബി.ജെ.പിയുടെ വിജയം, മോദിജിയുടെ വിജയം, വന്ദേ മാതരം. ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ ബി.ജെ.പി പഞ്ചായത്ത് പിടിച്ചടക്കുന്നത്. അത് ഇനി തിരികെ ഒരു പോക്ക് അവർക്ക് കിട്ടുന്നതായിരിക്കില്ല. ഇനി 100 വർഷമായാലും തിരിച്ചു പോകണമില്ല. ഭരണത്തിൽ നിന്ന് ഇനി വിട്ടുകൊടുക്കില്ല. ഉറപ്പായിട്ടും വിട്ടുകൊടുക്കില്ല. ഇനി നമ്മൾ തന്നെയായിരിക്കും അകത്തേത്തറ പഞ്ചായത്തില്. ഉറപ്പായിട്ടും ബി.ജെ.പി തന്നെ ഇവിടെ ഭരിക്കുള്ളൂ. വികസനം എന്താണെന്ന് കാണിച്ചു കൊടുക്കും. അതെ, തീർച്ചയായിട്ടും ഇതുവരെയുള്ള വികസന മുരടിപ്പിനുള്ള ഒരു ഉത്തരം ബി.ജെ.പി അകത്തേത്തറ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും വികസനം എന്താണെന്നുള്ളത് അകത്തേത്തറയിൽ ഓരോ ജനങ്ങളും അറിയുന്നതായിരിക്കും. വലിയ മാറ്റമാണല്ലോ അകത്തേത്തറയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബി.ജെ.പി അത്രത്തോളം സന്തോഷത്തിലാണ്. അതായത് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഈ ഹേമാംബിക പഞ്ചായത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അകത്തേത്തറ പഞ്ചായത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPMന്റെ ധാർഷ്ട്യത്തിന് ഏറ്റ അടിയാണ് ഈ ബി.ജെ.പിയുടെ വിജയം. ഈ ജനങ്ങളോടുള്ള പെരുമാറ്റം തന്നെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞൊരു പെരുമാറ്റമായിരുന്നു CPMൻ്റേത്. പല പഞ്ചായത്തുകളിലും അകത്തേത്തറ പഞ്ചായത്തിൽ നടന്ന പല ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലും മുഴുവൻ കള്ളത്തരങ്ങളും കൊള്ളയുമാണ് ഈ ഭരണസമിതിയിൽ പോലും നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ CPMനെതിരെ പ്രതികരിച്ചത്. വികസന കാഴ്ചപ്പാടോടുകൂടി ഭരണം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്ന ബി.ജെ.പിക്കുള്ള വിജയമാണ് ഇത്. ജനങ്ങൾ നൽകിയ വിജയത്തിൻ്റെ വലിയൊരു അംഗീകാരമാണിത്. ഏതായാലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും
ചെറിയ കുട്ടികൾ പോലും ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ ഒന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രത്തോളം ആവേശമാണ്. ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ഈ ആവേശത്തിനൊക്കെ കാരണക്കാരനായ, അല്ലെങ്കിൽ ഇവരൊക്കെ ഇത്രയും ആഘോഷം പ്രകടിപ്പിക്കുന്നതിന് കാരണക്കാരനായ ജില്ലാ പ്രസിഡന്റ് കൂടെ ചേരുന്നുണ്ട്. വലിയ ആഘോഷമാണ്. അകത്തേത്തറ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 38 വർഷത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തിനോട് അവസാനമായിരിക്കുകയാണ്. ഇനി ഈ അകത്തേത്തറ പഞ്ചായത്തിലെ വിജയത്തിന്റെ ഇതൊരു തുടക്കം മാത്രമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഈ പഞ്ചായത്തിലെ നടത്താൻ പോകുന്ന വികസന പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിന് മുഴുവൻ മാതൃകയാവുന്ന രീതിയിൽ അകത്തേത്തറ പഞ്ചായത്തിലാണ് നിങ്ങൾ മാറ്റിയെടുക്കും. ഇത് സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രമാണ് അകത്തേത്തറ എന്നുള്ളത് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ CPMന്റെ അഴിമതി ഭരണത്തെ, ദുർഭരണത്തെ അകത്തേത്തറ നിവാസികൾ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. ഈ വിജയം ഇവിടുത്തെ സാധാരണ പ്രവർത്തകര്, നിരവധിയായ ബലിദാനികൾ, നമുക്കറിയാം കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ പാലക്കാട് ഏറ്റവും അധികം ബലിദാനികളുടെ മണ്ണാണ് മലമ്പുഴ എന്ന് പറയുന്നത്. ഇവിടെ പാലക്കാട് ഭാസ്കരേട്ടൻ, മണിയേട്ടൻ തുടങ്ങി, രാധാകൃഷ്ണേട്ടൻ, വിമല ചേച്ചി തുടങ്ങി നിരവധിയായ ബലിദാനികളാണ് ഞങ്ങൾക്ക് ഈ മലമ്പുഴയുടെ മണ്ണിലുള്ളത്. അതുകൊണ്ട് ആ ബലിദാനികൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നേ പ്രവർത്തിച്ചവർ, അവർ ചിന്തിയ രക്തം, അവരൊഴുക്കിയ വിയർപ്പ്, അവരുടെ പ്രയത്നം, അതിനുള്ള ഫലമായിട്ടാണ് ഈ വിജയത്തെ ഞങ്ങൾ കാണുന്നത്. ആ ബലിദാനികൾ ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വരാനിരിക്കുന്ന വർഷങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസമിതി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. തന്നെയാണ്. ഏതായാലും വലിയ ആവേശം. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇങ്ങനെ നൃത്ത ചുവടുകളും മറ്റുമൊക്കെ ആയിട്ട് ഈ വിജയത്തെ വലിയ ആവേശമാക്കി, ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളുടെയൊക്കെ അത്രത്തോളം നൃത്ത ചുവടുകളും മറ്റും വയ്ക്കുന്ന കാഴ്ച. കാരണം ഇതിൽ പരം ആനന്ദം അവർക്ക് മറ്റൊന്നില്ല. കാരണം 38 വർഷമായി CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിന് കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ, ഒരു എണ്ണീട്ട യന്ത്രം പോലെയുള്ള അവരുടെ പ്രവർത്തനത്തിലൂടെ പിടിച്ചെടുക്കാൻ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രത്തോളം സന്തോഷത്തോടു കൂടി സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കം ഇവിടെ ആ വിജയത്തെ വലിയ ആഘോഷമാക്കി മാറ്റുന്നത്, അതിനെ വലിയ ആവേശമാക്കി മാറ്റുന്നത് എന്നുള്ളതിൽ സംശയമില്ല. നമുക്കിവിടെ ആ വാദ്യമേളങ്ങളും മറ്റുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ അകമ്പടിയിലാണ് ആഹ്ലാദ പ്രകടനം ഇങ്ങനെ പാലക്കാട് അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിന് ഒന്നടങ്കം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അകത്തേത്തറയിൽ ഇനി തങ്ങൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ അകത്തേത്തറ പഞ്ചായത്ത് ഏതായാലും BJPയുടെ കൈകളിൽ ഭദ്രമായിരിക്കും. വികസനം എന്താണ് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കും.